അപ്പോൾ ഞാൻ ഈ കണ്ടമാനം എൻ്റെ ഈ ജോ പെയിനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് TM ജോയിൻറ്റിൻ്റെ വേദന ഭയങ്കരമായി അലട്ടിയിരുന്നു കുറേ നാളുകൾ, വർഷങ്ങൾ. പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, പക്ഷെ അത് മാറിയില്ല. അങ്ങനെയാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്താണ് ഡോക്ടർ ടാറ്റുവിൻ്റെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ വിളിച്ച് ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് വരുന്നത്. 3 വർഷമായി. അതായത് 2022 മെയ് മാസം മുതൽ ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. അത് നിരന്തരമുള്ളൊരു പ്രോസസ്സാണ്. അത് കൃത്യമായി ഞാൻ വരികയും കൃത്യമായി ഇവിടെ ട്രീറ്റ്മെൻറ്റ് തരികയും ചെയ്തു. ആദ്യം വന്നപ്പോൾ എനിക്ക് ജോയ്ക്ക് വലിയ വേദനയായിരുന്നു. അതോടൊപ്പം കഴുത്തിനും തലയ്ക്കും ഒക്കെ വേദന, ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പ് സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് ഈ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ വളരെ കുറഞ്ഞു പോകുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് മാറിക്കൊണ്ട് ഞാൻ CPAP ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ശ്വാസം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഈ മുഖത്ത് വയ്ക്കുന്ന ആ ഉപകരണം. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. പിന്നീട് കുറച്ചുനാൾ ഉപയോഗിച്ചു. അതിനുശേഷം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഒരു പകുതിയോളം എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു സ്ലീപ്പ് സ്റ്റഡി നടത്തുകയും ആ പ്രശ്നം മാറുകയും എൻ്റെ എയർവേ തുറന്നു കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടർ അത് കൃത്യമായിട്ട് തന്നെ അതിലേക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തു. ഇനിയിപ്പം അത് വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ നിരന്തരമായ അതിനുശേഷം പല്ലിൽ ഈ ഓർത്തോഡോണ്ടിക്ക് ചെയ്തു. അത് 2 വർഷത്തോളം എൻ്റെ പല്ലിൽ കമ്പി ഇട്ടിരുന്നു. അത് മാറ്റി ഇപ്പം 3 മാസമായി. ഇപ്പം വേദന മിക്കവാറും ഒക്കെ കുറഞ്ഞു. ചെറിയ ഈ സ്പോണ്ടിലോസിസിൻ്റെ പ്രശ്നമായിരിക്കണം, ചെറിയ വേദനയൊക്കെ ഉണ്ട്. അതൊരു വിഷയമായി ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ വന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ 2-3 വർഷത്തെ ചികിത്സ കൊണ്ട് മാറി എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ഡോക്ടർ ടാറ്റുവിൻ്റെ ക്ലിനിക്കിൽ വിട്ട എല്ലാ ഡോക്ടേഴ്സിനോടും അതിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും ഉള്ള നന്ദി കൃത്യമായി അറിയിക്കുകയാണ്. അത് വലിയൊരു സൗഭാഗ്യമായി, ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോവുകയും കൃത്യമായി ചികിത്സ കിട്ടാതെ വരികയും ചെയ്തപ്പോഴാണ് ഡോക്ടർ ടാറ്റുവിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നത്. ഇത്തരത്തിലുള്ള വലിയൊരു ദൈവാനുഗ്രഹം അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കാം.